ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ പുതുതായിട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഏത് എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്പോട്ട് ട്രേഡ് എങ്ങനെ പഠിക്കാം, ഫ്യൂച്ചർ ട്രേഡ് എന്താണ്, കോപ്പി ട്രേഡ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം നമുക്ക് എക്സ്ചേഞ്ചസിനെ കുറിച്ച് നോക്കാം. എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്ചേഞ്ചസ് ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് എക്സ്ചേഞ്ചിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിനാൻസ് ആണ്. ബിനാൻസ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്താണ് ബിനാൻസ് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ നമ്പർ 1 എക്സ്ചേഞ്ച് ആണ് ബിനാൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 500 മുകളിൽ ക്രിപ്റ്റോ കറൻസി നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പോട്ട് ട്രേഡ്, ഫ്യൂച്ചർ ട്രേഡ്, മാർജിൻ ട്രേഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും അവർ പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ആ എക്സ്ചേഞ്ചിൽ നടക്കുന്നുണ്ടാവും. അടുത്തൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈബിറ്റ്, പിന്നെ അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റ്, OKX. അത് ബിനാൻസ് പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന എക്സ്ചേഞ്ചാണ് ഇതൊക്കെ. ഇതിനകത്ത് 300 മുകളിൽ ക്രിപ്റ്റോ കറൻസീസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്യൂച്ചർ ട്രേഡ്, ബോട്ട് ട്രേഡിങ്, അങ്ങനെ പലതരത്തിലുള്ള ട്രേഡും കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ ഈ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കിട്ടുന്ന എക്സ്ചേഞ്ചാണ് ബൈബിറ്റ് എന്ന് പറയുന്നത്. ബൈബിറ്റിനകത്ത് നമുക്ക് ഏകദേശം 450 കോയിനകത്ത് മുകളിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡ്, സ്പോട്ട് ട്രേഡ്, അതുപോലെ കോപ്പി ട്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ബൈബിറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ പറയുക, ഈ ഫ്യൂച്ചർ ട്രേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനറാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഫ്യൂച്ചർ ട്രേഡിന് സിഗ്നൽസ് ഞാൻ പറഞ്ഞു. ഇപ്പം കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലൊക്കെ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇതുപോലുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ടീംസും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ അറിവില്ലെങ്കിലും അവരുടെ അടുത്ത് സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഏത് കോയിൻ ബൈ ചെയ്യണം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ബൈ ചെയ്യണം, ആ കാര്യങ്ങൾ എത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ടീംസ് നമുക്കിപ്പം മലയാളത്തിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഞാൻ ഓൾറെഡി ഒരു വട്ടം പരിചയപ്പെടുത്തുന്ന ടീമാണ് ക്വിക്ക് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സിഗ്നലും കാര്യങ്ങളും വെച്ച് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി പറ്റും. അത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഏകദേശം ഒരു വർഷം 1.5 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ച്. ആ സമയത്ത് തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ പല ആൾക്കാരും നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഈ ക്വിക്ക് ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഏകദേശം 4-5 വർഷമായിട്ട് ക്രിപ്റ്റോ കറൻസി ഫീൽഡിലുള്ളതാണ്. ഫ്യൂച്ചർ ട്രേഡിൻ്റെ സിഗ്നൽസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ അവരുടെ ചാനലൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അവരുടെ പബ്ലിക് ചാനലുണ്ട്, ആ ടെലിഗ്രാം ചാനൽ. ആ ചാനലൊന്ന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തൊക്കെയാണ് അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ. കറക്റ്റ് ആ ചാനൽ അത് മനസ്സിലാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ക്വിക്ക് ട്രേഡ് ഷെയർ ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നമുക്ക് ഡേറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് ട്രേഡ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു പബ്ലിക് ഗ്രൂപ്പിനകത്ത് ഒരു ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആ സമയത്ത് അവർ ഷെയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇമേജിൽ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും ഏതാണ് കോയിൻ, എന്താ പറയുക, ഏതാണ് പെയർ. അതുപോലെ തന്നെ USDT എത്തേറിയം പെയറാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവറേജ് എത്രയാണ്, ലോങ് ആണോ ഷോർട്ട് ആണോ, ബൈയിങ് ഏരിയ എത്രയാണ്, ടാർഗറ്റ് എത്രയാണ്, സ്റ്റോപ്പ് ലോസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ സിംഗിൾ ടാർഗറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും നമുക്ക് ട്രേഡ് എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളത് സിംഗിൾ ടാർഗറ്റ് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ടാർഗറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് താഴെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ട്രേഡിനകത്ത് എത്ര പ്രോഫിറ്റാണ് കിട്ടിയിട്ടില്ല നിങ്ങളുടെ കറക്റ്റ് താഴെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ മാനുവലായിട്ട് ഫ്യൂച്ചർ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ട്രേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. കോപ്പി ട്രേഡ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്ചേഞ്ചിൻ്റെ ഫണ്ട് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ട്രേഡാണ്. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ഫണ്ട് അയക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏതാണോ എക്സ്ചേഞ്ച് ഉള്ളത് അതിനകത്ത് നമുക്ക് ഫണ്ട് ഹോൾഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് എന്താ പറയുക ട്രേഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് ഈ കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ക്വിക്ക് ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബൈബിറ്റിനകത്താണ് കോപ്പി ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ ഫണ്ട് അതിനകത്ത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇവരുടെ കോപ്പി ചെയ്ത് ട്രേഡ് എടുക്കുന്നതിനാണ് ഈ കോപ്പി ട്രേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ അവർ മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോപ്പി ട്രേഡ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ എക്സ്ചേഞ്ചിനകത്ത് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമൻറ്റ് ചെയ്താൽ മതി കോപ്പി റൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 ആൾക്കാർ അങ്ങനെ വീഡിയോ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, KYC കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ എങ്ങനെ USDT വാങ്ങാം, അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് USDT ബൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.